ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 2.5 വയസ്സുകാരി വേദിക നേട്ടം സ്വന്തമാക്കിയത് ഓർമ്മശക്തിയുടെ മികവിൽ. ലോക്ഡൌൺ കാലത്തെ പരിശീലനത്തിലാണ് വേദിക എന്ന 2.5 വയസ്സുകാരി ഈ നേട്ടം സ്വന്തമാക്കിയത്. എടുത്താൽ പൊങ്ങാത്ത പുരസ്കാര നേട്ടത്തിന്റെ നിറവിലാണ് വേദിക. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് വേദികയുടെ പേര് ഇടം പിടിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം പാലപ്പുറം അനീഷ് നിവാസിൽ അനീഷ് മോൻ ദീപ ദമ്പതികളുടെ മകളാണ് വേദിക്കുട്ടി എന്ന് വിളിക്കുന്ന വേദിക. കേരളത്തിലെ 14 ജില്ലകൾ, 8 ഗ്രഹങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾ, 50 വീട്ടുപകരണങ്ങൾ, 5 ഷേപ്പുകൾ, 8 കളറുകൾ, 9 പച്ചക്കറികൾ, 10 പക്ഷികൾ, 20 വാഹനങ്ങൾ, 20 പ്രമുഖ വ്യക്തികൾ, ആഴ്ചകൾ, ദിവസങ്ങൾ, 3 പദ്യങ്ങൾ, 25 ജനറൽ നോളജ് എന്നിവയെല്ലാം ഈ കുഞ്ഞു മനസ്സിലെ ഓർമ്മത്താളത്തിൽ ഭദ്രമാണ്. അമേച്ചർ ഫോട്ടോഗ്രാഫറായ വേദികയുടെ അമ്മ ദീപയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പറയുന്നു. അച്ഛൻ അനീഷ് മോൻ ഒരു IT കമ്പനി സീനിയർ മാനേജരായി ജോലി ചെയ്യുന്നു. എന്തെങ്കിലും വസ്തുക്കളോ സാധനങ്ങളോ കാണിച്ചു കൊടുത്ത് അതിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നീട് അതേ വസ്തുക്കൾ കാണുമ്പോൾ അവൾ അതും പറയും. ഒരു തവണ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ഈ കൊച്ചുമിടുക്കി പിന്നീട് ഓർത്തെടുത്ത് പറയും. അങ്ങനെയാണ് മോൾക്ക് ഇങ്ങനെയൊരു കഴിവുണ്ടെന്ന് മനസ്സിലായത്. കാർട്ടൂണിലെ ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗ്സ് ഒക്കെ അവിടെ വേഗം ക്യാച്ച് ചെയ്തിട്ട് പറയും. ഇപ്പൊ കാത്തൊക്കെ കാണുകയാണെങ്കിൽ അതിലിതാ കണ്ടം വരുന്നേ ഓടിക്കോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്ക് വേഗം അതിന്റെ വേർഡ്സ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ തോന്നി അവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്നാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ, വേറെ ജനറൽ ആയിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആദ്യം ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് അവർക്കൊരു 20 പേഴ്സണാലിറ്റീസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ നല്ല ഫേമസ് ആയ പേഴ്സണാലിറ്റീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഞാൻ അവർക്ക് എന്താണ് അവര് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്താണ് അച്ചീവ് ചെയ്തത്, അത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു കൊടുത്തിട്ടാണ് പേര് പഠിപ്പിച്ചത്. പിന്നെ അവിടെ ആദ്യം തൊട്ട് കാണിക്കാനാണ് തുടങ്ങിയത്. പിന്നെ ഓരോ പേഴ്സണിന്റെ നമ്മൾ ക്വസ്റ്റ്യൻ ജനറൽ നോളജ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അവർ മദർ തെരേസ എന്ന് പറഞ്ഞു ആ പിക്ക് എടുത്ത് ഒന്ന് തൊട്ട് കാണിച്ച് പേരും പറയും. അല്ല അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമർ ആരാണെന്ന് ചോദിച്ചാൽ അംബേദ്കർ ആണെന്ന് തൊട്ട് കാണിച്ചു തരും. അങ്ങനെയൊക്കെ കാണിച്ചു തരാൻ തുടങ്ങി. പിന്നെ അവർ പേര് തനിയെ പഠിച്ചും തുടങ്ങി, ക്യാച്ച് ചെയ്ത് പേരുകളൊക്കെ പറയാനും തുടങ്ങി. അങ്ങനെ എന്നാൽ ശരിയെന്നാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കൊച്ചിന് ഇതേപോലെ ഇതേ പ്രായത്തിലുള്ള കൊച്ചിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ശരിയെന്നാ ഇവർക്കും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തു. കുറച്ച് വീഡിയോ എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത്. അവർക്ക് മാക്സിമം 20 വീഡിയോസ് അയക്കണം. അപ്പൊ ഓരോ ടോപ്പിക്കിന് സെപ്പറേറ്റ് വീഡിയോ അയക്കണം. അപ്പൊ ഒരു കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ കോണ്ടിനെന്റ്സ്, 7 കോണ്ടിനെന്റ്സ്, 8 പ്ലാനറ്റ്സ്, അങ്ങനെ 20 പേഴ്സണാലിറ്റീസ്, പിന്നെ കുറെ ജനറൽ നോളജ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു. അവിടെ വേഗം ക്യാച്ച് ചെയ്തു. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 1 ദിവസം 2 ദിവസം കൊണ്ട് അവിടെ ആ ഓർഡറിൽ പറയാൻ തുടങ്ങി. ഇപ്പൊ കേരളത്തിലെ ഡിസ്ട്രിക്ട്സ് ഒക്കെ ആണെങ്കിൽ ഓർഡറിൽ 40 ഡിസ്ട്രിക്ട്സും പറയും. അതൊരു 3 ഡേയ്സിനുള്ളിൽ തന്നെ അവർ ഫുള്ളായിട്ട് പഠിച്ചത്. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് ജസ്റ്റ് 2 ഡേയ്സിൽ തന്നെ എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് അതിന്റെ അക്സെപ്റ്റ് കിട്ടി, ആപ്ലിക്കേഷൻ IDയും കിട്ടി. പിന്നെ അവർ 7 ഡേയ്സിനുള്ളിൽ ഈ 20 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. ഓരോ ടോപ്പിക്കിനും സെപ്പറേറ്റ് വീഡിയോസ് എടുത്തിട്ട് അയച്ചു കൊടുത്തു. അത് വീഡിയോസ് അവർ കണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനാണ് ലേറ്റ് ആയത്. അതായത് എന്താണെന്നറിയില്ല, അവരുടെ എന്തെങ്കിലും സിസ്റ്റം എററാണോ എന്നറിയില്ല. പക്ഷെ അത് വീഡിയോ കണ്ടിട്ട് പിന്നെ അവരപ്പൊ തന്നെ നിങ്ങളുടെ കുട്ടിക്ക് റെക്കോർഡ് കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും മെയിൽ അയക്കുകയാണ് ചെയ്തത്. പിതാവ് ഓക്കെ. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ജില്ല, നമ്മുടെ താലൂക്ക്, വേദിക്കുട്ടിയുടെ വീട് എവിടെയാ? സച്ചിൻ ടെണ്ടുൽക്കർ. ഗുഡ് ഗുഡ്. അമ്മ ഗ്രേറ്റ് ഇന്ത്യൻ ടീച്ചർ കാണിച്ചല്ലേ? ഗ്രേറ്റ് ഇന്ത്യൻ ടീച്ചർ പേരെന്താ? ചാണക്യ. വേദിക്കുട്ടി അമ്മയ്ക്ക് എന്താണ് മ്യൂസിക് ഓസ്കാർ വാങ്ങിയ ആദ്യത്തെ മ്യൂസിക് കമ്പോസർ കാണിച്ചെന്നേ ഇന്ത്യയുടെ കാണുന്നില്ലേ? ഓക്കെ. വേദിക്കുട്ടി അമ്മയ്ക്ക് എന്താണ് ഓസ്കാർ വാങ്ങിയ ആദ്യത്തെ മ്യൂസിക് കമ്പോസർ? സർക്കിൾ ആപ്പ് നമ്മുടെ നാടിന്റെ സ്വന്തം ആപ്പ്.